ഗുരു ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്തിന് എന്നാണ്. ജാതി വേണ്ട മതം വേണ്ട എന്നല്ല ഗുരു പറഞ്ഞത്. ഇവിടെ ശിവപ്രതിഷ്ഠ നടത്തിക്കൊണ്ട് ഗുരു പറഞ്ഞു ജാതിയുണ്ട്, മതമുണ്ട്, വർണ്ണമുണ്ട്, ജാതി നിയമം ഇവിടെ ഉണ്ട്. അപ്പൊ ജാതി ഭേദം മതദ്വേഷം ഏതുമില്ലാതെ ഈ മതങ്ങളെല്ലാം വൺവേ ട്രാഫിക്കായിരുന്നു. ഇതെല്ലാവർക്കും വേണം. ജാതിഭേദം മതദ്വേഷം ഭേദമില്ലാതെ സർവരും സോദരത്തിന് ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്ന് ജനിച്ചവരെ അങ്ങനെ പറഞ്ഞവരിൽ അത് സമൂഹത്തോട് നൽകിയ സന്ദേശമാണ്. അത് ഈഴവം മാത്രം കേൾക്കാനില്ല, സമൂഹത്തിൽ മൊത്തം കേൾക്കാൻ. ഗുരുവിനെ ഗുരു പറഞ്ഞത് ഈഴവം മാത്രം കേൾക്കുകയും മറ്റുള്ളവരാരും കേൾക്കണ്ട എന്ന നിലയിലേക്ക് വ്യാഖ്യാനിച്ചു കൊണ്ടുപോകുന്ന ഒരു കാലഘട്ടം. ഗുരുവിനെ ഈഴവനിലേക്ക് ഒതുക്കി. ഗുരു ഈഴവനായി ജനിച്ചുപോയി എന്നുള്ളതുകൊണ്ടാണ്. വേറെ ഏതെങ്കിലും സമുദായത്തിൽ ഈഴവനിൽ ഗുരുദേവൻ ജനിച്ചിരുന്നുവെങ്കിൽ ഇന്ന് വിശ്വഗുരുവായി ലോകമെമ്പാടും ആരാധിക്കുന്ന ഒരു വലിയ മഹാനായ ദൈവമായി ഇങ്ങനെ വളർന്നത് ഈഴവനായി ജനിച്ചു പോയതുകൊണ്ട് അദ്ദേഹത്തിന്റെ ഈഴവ സന്യാസിയായി ഈഴവന് വേണ്ടി മാത്രം പ്രവർത്തിച്ച ഒരാളായി അദ്ദേഹത്തെ ഗുരുദേവനെ ഗുരുദേവനെ മാറ്റുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. കാലങ്ങളുടെ കുത്തൊഴുക്ക് നമ്മൾ മനസ്സിലാക്കണം. സംഘടിച്ച് ചക്രാനെല്ലാം ഇവിടെ എത്തി. അസംഘടിതരായ നമ്മളെവിടെ കിടക്കുന്നു? ജാതി പറഞ്ഞവരെവിടെ കിടക്കുന്നു? ജാതി പറയാത്തവരെവിടെ കിടക്കുന്നു? നിങ്ങൾക്ക് അറിവുള്ളവരാണ്, അറിവും തിരിച്ചറിവുള്ളവരാണ്. നമ്മൾ അറിവും തിരിച്ചറിവുള്ളവരായി ഇത് അമ്മയോടാണ്, ഇത് സഹോദരിയാണ്, സഹോദരനാണ്, മകനാണ്, മകളാണ് എന്ന് തിരിച്ചറിവിന്റെ വാതിലൂടെ സഞ്ചരിക്കുവാൻ സമുദായം തയ്യാറായാൽ മാത്രമേ നമുക്കും ഈ രാജ്യത്ത് വളരാനും ഉയരാനും മറ്റുള്ളവരൊപ്പം എത്താൻ സാധിക്കും. നാം മനസ്സിലാക്കണം, അധികാരം എന്നുള്ളതാണ് ഈ രാജ്യത്തെ ജനാധിപത്യത്തെ അനിവാര്യമാണ്. അധികാരത്തിൽ അർഹമായ പങ്കാളിത്തം നമുക്ക് ലഭിക്കുമ്പോൾ മാത്രമേ നമുക്ക് ഈ രാജ്യത്ത് രാഷ്ട്രീയ നീതി ലഭിക്കണം, സാമ്പത്തിക നീതി ലഭിക്കണം, വിദ്യാഭ്യാസ നീതി ലഭിക്കണം. ഇതെല്ലാം ഞാൻ പറയുമ്പോൾ ഞാൻ ജാതി പറയുന്നവനാണെന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ളവർ എന്നെ എന്ന് വിമർശിക്കാറില്ല. ഞാൻ ജാതി പറയും, നാളെ പറയും, മറ്റന്നാളെ പറയും. ജാതി വ്യവസ്ഥ നിയമപ്രകാരം നിലനിൽക്കുമ്പോൾ ജാതി പറയരുത്. ജാതി വിദ്വേഷത്തില്ല. ഇവിടെ മതദ്വേഷമില്ലാതെ സോദര ചിന്ത ഉണ്ടാകണമെങ്കിൽ ഒരു സാമൂഹ്യ നീതി നടപ്പാക്കണം. ആ സാമൂഹ്യ നീതി ഇവിടെ നടപ്പാകുന്നതോ ചില വിഭാഗങ്ങൾ എല്ലാം പിടിച്ചടക്കി കയ്യിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ളവരെ കുറ്റം പറയും. നിങ്ങളൊന്ന് ആലോചിക്കണം, എനിക്ക് രാഷ്ട്രീയമോഹമില്ല. ഇവിടെ SNDP യോഗത്തിൽ കയറി വരണം രാഷ്ട്രീയമോഹമായി കയറി വന്നു. അവർ നാളെ MLA ആകണം, മന്ത്രിയാകണം, പലതാകണം. പക്ഷേ SNDP യോഗത്തിൽ ഞാൻ വന്നു, സെൻട്രൽസിനെ ഞാൻ വന്നു. നിങ്ങൾ എന്നെ ഇവിടെ എത്തി. ഒരിക്കലും ഒരു രാഷ്ട്രീയ മോഹമായി ഞാൻ മനസ്സില്ല. പാർലമെന്റ് മോഹം എന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല. എന്നെ നിങ്ങൾ ഏൽപ്പിച്ചൊരു കസേരയുണ്ട്. ആ കസേരയുടെ നീതി പ്രവർത്തിക്കൊണ്ട് എന്റെ അവസാന ശ്വാസം വരെ ഈ സമൂഹത്തിനും സമുദായത്തിനും വേണ്ടി ചെയ്യാവുന്ന എല്ലാ കർമ്മങ്ങളും തുടർന്ന് ഞാൻ ചെയ്യും. അത് ഞാൻ പ്രതിജ്ഞാബദ്ധമാണ്. അതിന് എന്നെ സഹകരിക്കുകയും സഹായിക്കുകയും ചെയ്ത നിങ്ങൾക്ക് എല്ലാവർക്കും 100,000 നമോവാദം സമർപ്പിക്കുന്നതോടൊപ്പം 30 വർഷം നിങ്ങളെന്നെ സഹിച്ചു. അത് നിങ്ങളോട് നന്ദി. ഇനിയും നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ നല്ല കാര്യങ്ങൾ നല്ലതെന്ന് പറയുവാനും സഹായിക്കാനും സഹകരിക്കുവാനും നിങ്ങൾ തയ്യാറാകണമെന്നും ഇത്തരം വലിയ സമ്മേളനത്തിൽ വിളിച്ചു സമ്പൂജനായ ഗവൺമെന്റ് വരുത്തി ഒരാദരവ് തരുവാൻ തയ്യാറായ ഇതിന്റെ പ്രവർത്തകരോടും പ്രത്യേകിച്ചും ജയപ്രകാശോടെന്ന് പറയുന്നു, ഇതിന്റെ സംഘാടകരെന്ന് പറയുന്നു, ശാഖാപ്രവർത്തകരെന്ന് പറയുന്നു, പോഷകരെ എന്ന് പറയുന്നു. അതോടൊപ്പം നിങ്ങൾക്ക് കിട്ടിയ ഒരു സുവർണ അവസരം, മനോഹരമായ ഒരു ആസ്ഥാനം. ഇതെല്ലാം മനോഹരമായ ആസ്ഥാനം എന്നൊക്കെ നമ്മൾ കൂടെ ശക്തമായി പ്രവർത്തിച്ച് വനിതാസംഘം, യൂത്ത് മൂവ്മെന്റ് ഉൾപ്പെടെയുള്ള പോഷകങ്ങളെല്ലാം വളരെ ഊർജ്ജവും മനോഹരവും സുന്ദരവുമായി പ്രവർത്തിച്ച് മുന്നേറിക്കൊണ്ട് നമ്മുടെ സംഘബലത്തെയും സംഘടനാബലത്തെയും വിളിച്ചോദിക്കുന്ന രീതിയിൽ അതിൻ്റെ ഓരോ പോഷകങ്ങളും ആ യൂണിയന്റെ ഓരോ മുറികളും ഈ കലോട്ട് ചെയ്യുന്ന മുറികളും പ്രയോജനപ്പെടുത്തി വളരണേ എന്ന അപേക്ഷയോടുകൂടി എനിക്ക് നൽകിയ എല്ലാ ആദരവുകൾക്കും
വന്ന ഇന്നത്തെ മുഖ്യ അതിഥികൾ ഉൾപ്പെടെ ഉള്ള ഗവർണർ ഉൾപ്പെടെയുള്ള എല്ലാവരും നന്ദി പറഞ്ഞു ഞാൻ നിർത്തുന്നു.